യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷവും പത്രോസിൻ്റെ ഉള്ളിൽ മനുഷ്യനിർമ്മിത പാരമ്പര്യം ആഴത്തിൽ പതിഞ്ഞിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ പത്രോസിന് യഹോവയിൽ നിന്ന് ഒരു ദർശനം ലഭിക്കുന്നു. അശുദ്ധമെന്ന് കരുതപ്പെടുന്നവ ഉൾപ്പെടെ എല്ലാതരം മൃഗങ്ങളും നിറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വിരിപ്പ്. പത്രോസെ, കൊന്നു തിന്നുക എന്ന് പറയുന്ന ഒരു ശബ്ദം പത്രോസ് കേൾക്കുന്നു. എന്നാൽ പത്രോസ് പ്രതികരിക്കുന്നത്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. 3 തവണ ആ ശബ്ദം മുഴങ്ങുന്നു. എന്നാൽ പത്രോസ് ഉടനെ ഞണ്ടും കൊഞ്ചും കൊന്നു തിന്നാൻ പോയില്ല. വിജാതീയരായ ആളുകൾ പത്രോസിൻ്റെ വാതിൽക്കൽ എത്തുന്നതുവരെ ദർശനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഒടുവിൽ പത്രോസ് കൊർന്നേലിയോസിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ വിചിത്രമായ ഒരു കാര്യം പറഞ്ഞു. ഒരു യഹൂദൻ ഒരു അന്യജാതിക്കാരനുമായി സഹവസിക്കുന്നതോ അവനെ സന്ദർശിക്കുന്നതോ നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ പത്രോസിന് മനുഷ്യനിർമ്മിത പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ആശയം വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ നിയമത്തിൽ ഒരിടത്തും യഹൂദന്മാർ വിജാതീയരുമായി സംസാരിക്കുന്നതിനോ സന്ദർശിക്കുന്നതിനോ യഹോവ വിലക്കിയിട്ടില്ല. വിജാതീയരെ മനുഷ്യരായി കണക്കാക്കുന്നില്ല. അവരോടൊപ്പം തനിച്ചായിരിക്കുക എന്നത് നിഷിദ്ധമാണ്. മിശിഹയുടെ ശിഷ്യനായിരുന്ന പത്രോസ് ഇത് കേട്ടു വളർന്നു. അതുകൊണ്ടാണ് യഹോവ പത്രോസിന് ഈ ദർശനം കാണിച്ചു കൊടുക്കേണ്ടി വന്നത്. ഭക്ഷ്യനിയമങ്ങൾ മാറ്റാനല്ല, മറിച്ച് ആളുകളെക്കുറിച്ചുള്ള പത്രോസിൻ്റെ വീക്ഷണം ശരിയാക്കാൻ. ഇത് ഒരിക്കലും ഭക്ഷണത്തെക്കുറിച്ചായിരുന്നില്ല. യഹോവ ഒരിക്കലും നൽകാത്ത ഒരു പാരമ്പര്യം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അത്. യേശു ഇതേ കാര്യത്തെക്കുറിച്ചു മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ ദർശനം. പത്രോസ് ഒരു തെറ്റായ അനുശാസനത്തിൽ ഉറച്ചു നിന്നു. യഹോവ പത്രോസിനെ വ്യക്തിപരമായി തിരുത്തി. ഇന്നത് പ്രസക്തമാണ്, കാരണം ഈ ഭാഗം പലപ്പോഴും വിപരീതമായി പഠിപ്പിക്കാൻ വളച്ചൊടിക്കുന്നു. തോറ നിർത്തലാക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മരണത്തോടെ എല്ലാ നിയമങ്ങളും നിർത്തലാക്കിയെന്ന് എബ്രായ വേദപുസ്തകത്തിന് വിരുദ്ധമായി പല സഭകളും തെറ്റായി വേദഭാഗം വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്നാൽ പത്രോസിൻ്റെ സ്വന്തം നിയമനം മറിച്ചാണ് തെളിയിക്കുന്നത്. ഭക്ഷ്യനിയമങ്ങൾ എടുത്തു കളഞ്ഞു എന്ന് യഹോവ പറയുകയായിരുന്നില്ല. പത്രോസിനെ പോലെ പുതിയ ധാരണകൾക്കും വളർച്ചയ്ക്കും തുറന്നിരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നമ്മുടെ സ്വന്തം പാരമ്പര്യങ്ങളും അനുമാനങ്ങളും പരിശോധിക്കണം. പാരമ്പര്യത്തിന് പകരം യഹോവയുടെ അനുശാസനം സത്യമായി മാറ്റമില്ലാതെയും തുടരുന്നു. ജനം സത്യത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. തെറ്റിദ്ധാരണകൾ തിരുത്താനും അതിൻ്റെ കാലാതീതമായ സത്യം സ്വീകരിക്കാനും തിരുവെഴുത്തുകൾ നമ്മെ നയിക്കട്ടെ.